നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. രേണു സുധി അഭിനയിച്ച പുതിയൊരു ആൽബത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു. കണ്ണേട്ടന്റെ സ്വന്തം ശ്രീകുട്ടി എന്ന പേരിലുള്ള ആൽബമാണ് രേണുവിന്റേതായി ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്നത്. നായകനൊപ്പം അർദ്ധനഗ്നയായി നിൽക്കുന്ന രേണുവാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. പോസ്റ്ററിലെ രേണുവിന്റെ ലുക്ക് വലിയ രീതിയിൽ ചർച്ചയാവുകയും താരത്തിന് വിമർശനങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. പലരും സ്റ്റോറിയിൽ ഉള്ളതുപോലുള്ള സീന് ആൽബത്തിൽ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചാണ് രേണുവിനെ വിമർശിച്ചത്. എന്നാൽ സത്യാവസ്ഥ അത് അല്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രേണു തന്നെ. പോസ്റ്ററിൽ കാണുന്ന തന്റെ ഫോട്ടോ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണെന്നും അത്തരമൊരു സീനിൽ താൻ അഭിനയിച്ചിട്ടില്ലെന്നും രേണു പറയുന്നുണ്ട്. രേണു ഇന്റിമേറ്റ് സീനിൽ അഭിനയിച്ചു എന്ന് കരുതി പുച്ഛിച്ചവരും പരിഹസിച്ചവരും ഏറെയായിരുന്നു. എന്നാൽ പോസ്റ്ററിൽ കാണുന്ന പോലുള്ള ഒരു സീനിൽ ആൽബത്തിൽ ഇല്ലെന്നും പോസ്റ്ററിന് വേണ്ടി പോലും താൻ അത്തരത്തിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നും എയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണെന്നുമാണ് രേണു ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആൽബത്തിന്റേതായി പുറത്തിറങ്ങിയ പോസ്റ്റർ അണിയറ പ്രവർത്തകർ വെച്ച് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ് അവർ പറഞ്ഞത്. പോസ്റ്ററിന് വേണ്ടിയാണ് എയുടെ സഹായത്തോടെ അവർ അങ്ങനെ ഒരു പോസ്റ്റർ നിർമ്മിച്ചത്. ആ പോസ്റ്റർ എനിക്ക് ഇട്ടു തന്ന ശേഷമാണ് ഇത് പോസ്റ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചത്. ഞാൻ ആ സമയത്ത് കീമോ എടുത്തതിന് ക്ഷീണത്തിലും ബോധമില്ലാതെ കിടക്കുകയുമായിരുന്നു. ഞാനും നേരെ ചൊവ്വേ ആ പോസ്റ്റർ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചില്ല, ഓക്കെ എന്ന് മാത്രം മൂളുകയായിരുന്നു ചെയ്തത്. ഞാൻ എന്താണ് സംഭവം എന്ന് അറിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ ആ പോസ്റ്റർ ഭയങ്കരമായി പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീൻ ആ ആൽബത്തിൽ ഇല്ല, അങ്ങനെ ഞാൻ അഭിനയിച്ചിട്ടുമില്ല. അതൊരു ആണ് എന്നതാണ് രേണു ഇപ്പോൾ പറയുന്നത്. ഞാൻ അണിയറ പ്രവർത്തകരോട് പറഞ്ഞു അത് നീക്കം ചെയ്യണമെന്ന്. അവർ അത് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചിലർ വീണ്ടും അത് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഫോട്ടോയാണ് അത് എന്നാണ് രേണു ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വിശദീകരണ വീഡിയോ വന്നതോടെ വിമർശിച്ചവർ പോലും അനുകൂലിച്ച് എത്തിയിരിക്കുകയായിരുന്നു ഇപ്പോൾ. അതേസമയം കുഞ്ഞ് അനിയൻ ഋതുലിന്റെ പിറന്നാൾ ദിനത്തിൽ ഇത്തവണ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മാത്രമാണ് കിച്ചു സുധി പങ്കുവച്ചത്. ഇതുവരെ എല്ലാ പിറന്നാളിലും കിച്ചു ഓടിയെത്തുകയും അനിയന് സമ്മാനങ്ങൾ നൽകുകയും എല്ലാം ചെയ്തിരുന്നതാണ്. എന്നാൽ രേണുവും കുടുംബവുമായി അസ്വാരസ്യങ്ങൾ ഉള്ളതിനാൽ സുധി നിലയത്തിൽ പോയി അനിയനെ കിച്ചു കണ്ടിരുന്നില്ല. ഹൃദയസ്പർശിയായ കുറിപ്പാണ് രാഹുൽ പങ്കുവച്ചിരിക്കുന്നത്. അത് വൈറലാവുകയും ചെയ്തിരുന്നു. എന്നാൽ രാഹുൽ ഇത്തവണ അനിയനെ കാണാൻ വരാതിരുന്നതും പിറന്നാൾ ആശംസ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഒതുക്കിയതും തന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കുവാൻ എന്ന ലക്ഷ്യത്തോടെ മാത്രമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രേണു സുധി. താൻ രാഹുലുമായുള്ള അടുപ്പം അവസാനിപ്പിച്ചുവെങ്കിലും സുധി നിലയത്തിലേക്ക് വരരുതെന്ന് വിലക്കിയിട്ടില്ലെന്നും രേണു പറയുന്നുണ്ട്. ഇപ്പോഴും രാഹുൽ വന്നാൽ ഞാനും കുടുംബവും ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നും രേണു സുധി പറയുന്നുണ്ട്. 7 വയസ്സേ ഉള്ളൂ ഋതപ്പന്. അവന് മലയാളം പോലും ശരിക്ക് വായിക്കാൻ അറിയില്ല, പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അവൻ. അവന്റെ ചേട്ടൻ കിച്ചു പിറന്നാൾ ആശംസിച്ച് ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ഇട്ടത്. നിന്റെ അടുത്തേക്ക് വരാൻ പറ്റുന്ന സാഹചര്യം അല്ല എന്ന് എഴുതി കണ്ടിരുന്നു. എന്ത് സാഹചര്യം അല്ലെന്നാണ് ഋതപ്പന്റെ ചേട്ടനായ എന്റെ വളർത്തുമകനായ ആള് പറയുന്നത്. അവിടെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന്. ഇത് സുധിച്ചേട്ടന്റെ മൂത്ത മകന്റെയും ഇളയ മകന്റെയും സ്വന്തം വീടാണ്. ഇവിടെ ആരും രാഹുൽ ദാസിനെ വിലക്കിയിട്ടില്ല. ഇത് കൊച്ചു വായിക്കുവാൻ വേണ്ടി രാഹുൽ ഇട്ടതാണ്, അല്ലാതെ എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തതല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ അത് വലിയ വിവാദമാക്കും. ഞാൻ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു എന്നാകും. പക്ഷെ ഇത് രാഹുൽ എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തതിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തതല്ല കേട്ടോ. ഋതപ്പന് രാഹുലിന്റെ പോസ്റ്റ് മനസ്സിലായിട്ടില്ല. നിനക്ക് എവിടെ വന്ന് ഋതപ്പനെ കാണാമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീയും ഞാനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചെങ്കിലും ഞാൻ ഋതപ്പനോട് പറഞ്ഞിട്ടില്ല രാഹുൽ നിന്റെ ചേട്ടൻ അല്ല എന്ന്. ആ ഒന്നും അറിയാത്ത കുഞ്ഞിന് വേണ്ടി ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ട ആവശ്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നിനക്ക് ഫോൺ ഉള്ളതല്ലേ, വീഡിയോ കോൾ ചെയ്ത് കൊച്ചിന് ഒരു പിറന്നാൾ ആശംസ പറയാമായിരുന്നല്ലോ. സുചേട്ടന്റെ വീട്ടുകാർ വിളിച്ച് ഋതുലിന് ആശംസകൾ പറഞ്ഞിരുന്നു. അവർ ആ സ്നേഹം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിനക്കും നിന്റെ അനിയനെ വിളിക്കാമായിരുന്നല്ലോ. അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നത് പോലും അത്രത്തോളം സൈബർ ബുള്ളിങ് ഞങ്ങൾ അനുഭവിച്ചിട്ടും ഒന്ന് മാറി നിൽക്കാൻ പോലും ഞാൻ നിങ്ങളോട് ആരോടും തന്നെ പറഞ്ഞിരുന്നില്ല. ഈ വീടും സ്ഥലവും എഴുതി തന്നിരിക്കുന്നത് ഋതുലിനും രാഹുലിനും വേണ്ടി തന്നെയാണ്. ഈ പോസ്റ്റ് എന്നെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുക്കുവാൻ വേണ്ടിയാണെന്ന് ചെയ്തത്. എനിക്ക് ഇത് വിഷയമല്ല. ഞാൻ സത്യങ്ങൾ പറയുമ്പോഴാണ് വ്യൂവേഴ്സിന് എന്നെ എടുത്തിട്ട് അലക്കുന്നത്. കിടക്കയിലായിട്ടും സ്വർണം പണയം വെച്ച് ഞാൻ എന്റെ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു. അവനെ എനിക്ക് സങ്കടപ്പെടുത്താനാകില്ലല്ലോ. ഋതുലിനോട് സ്നേഹമുണ്ടെങ്കിൽ നീ വന്ന് അവനെ കാണുമായിരുന്നു. ഇന്നും നീ വന്നാൽ സന്തോഷത്തോടെ നിന്നെ സ്വീകരിക്കും, കുഞ്ഞിനെ കാണാനും അനുവദിക്കും. ആരും നിന്നോട് മുഖം കറുപ്പിച്ച് സംസാരിക്കാനും ഒന്നും തന്നെ പോകുന്നില്ല. ചെറിയ രീതിയിൽ മകന്റെ പിറന്നാൾ രേണു ആഘോഷിച്ചിരുന്നു. ഇതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവിധ ചാനലുകളിൽ രേണുസുതിയുടെ അഭിമുഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവയിൽ മിക്കതിലും രേണുസുതി മൂത്ത മകൻ കിച്ചുവിനെ കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെയും കുടുംബത്തിന്റെയും വിവരങ്ങൾ ഫോളോവേഴ്സിന് കിച്ചു ചോർത്തി കൊടുത്തു എന്നാണ് ആരോപണം അടക്കം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം കിച്ചു ഇതിനെക്കുറിച്ച് എവിടെയും തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാറും ഇല്ല. ഇപ്പോഴിത് അടുത്തിടെ കിച്ചു നൽകിയ അഭിമുഖത്തെക്കുറിച്ച് മുൻ ബിഗ് ബോസ് താരമായ സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. കൊല്ലം സുധി എന്ന പേര് വിറ്റ് പണം സമ്പാദിക്കാതെ തന്റേതായ പേരും സാമ്രാജ്യവും കെട്ടിപ്പടുക്കുവാനാണ് കിച്ചു ശ്രമിക്കുന്നതെന്നും അതിൽ സന്തോഷിക്കുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. രേണു കഴിഞ്ഞ ദിവസം നൽകിയ വിവാദമായ അഭിമുഖം കുറിച്ച് സായി പ്രതികരിക്കുന്നുമുണ്ട്. പണത്തിന് വേണ്ടി രേണു അഭിമുഖം വിറ്റതാണെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. രേണു കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. പക്ഷെ അതേക്കുറിച്ച് ഞാൻ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അങ്ങനെ തന്നെ തീരുമാനിച്ച അത് മാറ്റിവെച്ചിരിക്കുകയാണ്. കിച്ചു വന്ന പോഡ്കാസ്റ്റ് ഞാൻ കണ്ടിരുന്നു. സുധിയുടെ മകനാണ് കിച്ചു സുധിയാണ് എന്ന രീതിയിൽ കിച്ചു സംസാരിക്കുന്നത് ഞാൻ എവിടെയും ഇപ്പോൾ കണ്ടിട്ടില്ല. അതാണ് ആ ചെക്കന്റെ മെറിറ്റും. അവൻ അവന്റെ പേരും ഐഡന്റിറ്റിയും സാമ്രാജ്യവും കെട്ടിപ്പടുക്കുവാനുള്ള യാത്രയിലാണെന്ന് തോന്നിയിട്ടുള്ളത്. സുധി എന്ന പേര് ക്യാഷൻ ചെയ്യാൻ അവൻ ശ്രമിക്കുന്നുമില്ല. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആര് സംസാരിച്ചാലും കിച്ചുവിനെ അതിലേക്ക് വലിച്ചിടും. മാതാപിതാക്കളില്ലാത്ത വളരുന്ന കുട്ടികളെ കുത്തി നോവിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണത്. അല്ലാതെ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ എന്നൊക്കെ സ്ഥിരീകരിച്ച് പറഞ്ഞാൽ അവരുടെ മൂഡും മൈൻഡും എല്ലാം മാറാൻ സാധ്യതയുണ്ട്. മര്യാദയ്ക്ക് പോകേണ്ട ലൈഫ് യൂ ടേൺ അടിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകും. കിച്ചു അവന്റെ ഇഷ്ടത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധി ജീവിച്ചിരുന്നപ്പോൾ തന്നെ സ്ട്രഗിളിംഗ് ആയിരുന്നു അവന്റെ ലൈഫ്. വെള്ളമടിയും കടം വാങ്ങലും എല്ലാം ഉണ്ടായിരുന്നു സുധിക്ക്. എല്ലാം സുധി വരുത്തിവെച്ച് തന്നെയായിരുന്നു. മദ്യപിച്ച് വരുന്ന ഒരാളുടെ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛന്റെ പേര് കിച്ചു എവിടെയും ബിസിനസ് ആക്കിയിട്ടില്ല. അവന് അച്ഛൻ മകൻ ബന്ധത്തിന്റെ വാല്യൂ അറിയാവുന്ന കുട്ടിയാണ്. സുധി തുടരെ കല്യാണം കഴിച്ചതുമെല്ലാം കിച്ചുവിനെ ബാധിച്ചിട്ടുണ്ടാകും. അവൻ ഇൻട്രോവേർട്ട് ആയതിനും ജീവിത സാഹചര്യങ്ങൾ കാരണമായിട്ടുണ്ടാകണം. ഇന്ന് അവൻ നല്ലൊരു കോൺഫിഡൻസ് ആയിട്ടാണ് വളർന്നു വരുന്നത്. സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം തന്നെ അത് പ്രകടമാകുന്നുമുണ്ട്. അവൻ സ്വന്തമായി കെട്ടിപ്പടുത്തതാണ് ഇപ്പോഴുള്ളതെല്ലാം. സ്വന്തമായി എല്ലാം വാങ്ങണമെന്ന വാശി അവനുണ്ട്. അത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. സുധിനിലയം പണിത് കൊടുത്തവർ പലപ്പോഴായി പറഞ്ഞ വാക്കുകളുടെ റിഫ്ലക്ഷനാണ് കിച്ചുവിൽ കണ്ടത്. കിച്ചുവിന് 2 സഹോദരങ്ങളുണ്ട്. സ്വന്തം അമ്മയിൽ മറ്റൊരു കുഞ്ഞുമുണ്ട്. പിന്നെ ഋതപ്പനും സഹോദരിമാർക്കുമൊപ്പം ഒരാൾ മറ്റൊരാൾക്ക് സഹായമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കിച്ചുവും അത് കരുതി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഋതപ്പന് അച്ഛന്റെ സ്ഥാനത്ത് കിച്ചുവാണ് ഇപ്പോഴുള്ളത്. കിച്ചുവിന് പക്ഷെ ആരുമില്ല. അവന്റെ സ്ട്രഗിളാണ് കൂടുതലും നമ്മൾ കാണേണ്ടത്. അച്ഛൻ ചെയ്തു കൊടുത്തിരുന്നത് തനിക്ക് ഋതപ്പിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നാണ് കിച്ചു പലപ്പോഴും പറയാറുള്ളത്. അത് അവന്റെ നല്ല മനസ്സാണ്. കഴിഞ്ഞ ദിവസം രേണു അഭിമുഖം നൽകിയത് കണ്ടിരുന്നു. അവർ ആ കണ്ടന്റ് വിറ്റത് തന്നെയാണ്. ചികിത്സയ്ക്ക് വേണ്ടിയാണ് രേണു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ക്യാൻസർ ചികിത്സ വളരെ എക്സ്പെൻസീവ് ആണെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്.